കേരളത്തിൽ റേഷൻ സമ്പ്രദായം ആരംഭിച്ച വർഷം. കേരളത്തില് റേഷൻ സമ്പ്രദായം ആരംഭിച്ച വർഷമേത്? ഉത്തരം 1966. സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യത്തെ മലയാളി ആര്? സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ആദ്യത്തെ മലയാളി ആര്? ഉത്തരം KPS മേനോൻ. വായനാ ദിനം ആരുമായി ബന്ധപ്പെട്ടതാണ്? വായനാ ദിനം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം PN പണിക്കർ. കൂനൻ കുരിശ് സത്യം നടന്ന വർഷമേത്? കൂനൻ കുരിശ് സത്യം നടന്ന വർഷം. കൂനൻ കുരിശ് സത്യം. ഉത്തരം 1653. പ്രകൃതിയിലുള്ള ഏറ്റവും കടുപ്പമുള്ള വസ്തു. പ്രകൃതിയിലുള്ള ഏറ്റവും കടുപ്പമുള്ള വസ്തു. ഉത്തരം വജ്രം. റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ഉത്തരം ഹെൻറി ഡുനന്റ്. ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആര്? നമുക്കറിയാം അല്ലെ, ചോദ്യം ഏതാണ്? ശാന്തിനികേതൻ സ്ഥാപിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആര്? ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി. ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആര്? സതി നിരോധിച്ച ഗവർണർ ജനറൽ ആര്? ഉത്തരം വില്യം ബെന്റിക് പ്രഭു. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ഏത് രാജ്യക്കാരിയാണ്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ഏതു രാജ്യക്കാരിയാണ്? ഉത്തരം ജപ്പാൻ. ആദ്യമായി ജ്ഞാനപീഠം നേടിയ കേരളീയൻ ആര്? ആദ്യമായി ജ്ഞാനപീഠം നേടിയ കേരളീയൻ ആര്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആര്? കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റ് ആര്? ഉത്തരം ആനി ബസന്റ്. വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത്? വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവായി കരുതപ്പെടുന്നത്? ഉത്തരം രാമപുരത്ത് വാര്യർ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? എന്തിന്റെ പിതാവാണ്? മലയാള സിനിമയുടെ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഉത്തരം JC ഡാനിയേൽ. JC ഡാനിയേൽ. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? ഉത്തരം നെടുമ്പാശ്ശേരി. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന താലൂക്ക് ഏത്? കേരളത്തില് കറുത്ത മണ്ണ് കാണപ്പെടുന്ന താലൂക്ക്. ഉത്തരം ചിറ്റൂർ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ഏത്? ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ഉത്തരം കണ്ണൻമൂല. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാര്? ഉത്തരം PT ചാക്കോ. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട രാജാവ്? ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ട രാജാവ് ആര്? ഉത്തരം സ്വാതി തിരുനാൾ. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ട രാജവംശം ഏത്? എങ്ങനെയാണ് നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ട രാജവംശം? ഉത്തരം കോഴിക്കോട്. രാമപുരത്തു വാര്യർ ആരുടെ സദസ്യനായിരുന്നു? രാമപുരത്തു വാര്യർ ആരുടെ സദസ്യനായിരുന്നു? ഉത്തരം മാർത്താണ്ഡവർമ്മ. ദക്ഷിണ നളന്ദ എന്നു പേരുകേട്ട പ്രാചീന കേരളത്തിലെ പഠന കേന്ദ്രം ഏത്? ദക്ഷിണ നളന്ദ എന്നു പേരുകേട്ട പ്രാചീന കേരളത്തിലെ പഠന കേന്ദ്രം? ഉത്തരം കാന്തളൂർ ശാല. പഴശ്ശി രാജാവ് ഏതു രാജവംശത്തിലെ അംഗമായിരുന്നു? പഴശ്ശി രാജാവ് ഏതു രാജവംശത്തിലെ അംഗമായിരുന്നു? ഉത്തരം കോട്ടയം രാജവംശം. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം ഏതായിരുന്നു? കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം? ഉത്തരം അറക്കൽ രാജവംശം. ശൂന്യാകാശത്തേക്ക് അയക്കപ്പെട്ട ആദ്യത്തെ ജീവി ഏത്? ശൂന്യാകാശത്തേക്ക് അയക്കപ്പെട്ട ആദ്യത്തെ ജീവി? ഉത്തരം നായ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെ? ആദ്യത്തെ അമ്മത്തൊട്ടിൽ സ്ഥാപിച്ചത് എവിടെ? ഉത്തരം തിരുവനന്തപുരം.
സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി ആര്? സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി. ഉത്തരം പി ഗോവിന്ദ മേനോൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ വിളനിലം എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ വിളനിലം എന്നറിയപ്പെടുന്ന പ്രദേശം. ഉത്തരം ബംഗാൾ. ഗാന്ധിജിയുടെ പിതാവിന്റെ തൊഴിൽ എന്തായിരുന്നു? ഗാന്ധിയുടെ പിതാവിന്റെ തൊഴിൽ എന്തായിരുന്നു? ഉത്തരം ദിവാൻ.